Hi all, Assalamu alaikum. Welcome to our YouTube channel. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തുടങ്ങിയ മഴയാണ്. പുറത്തോട്ടൊക്കെ എന്തൊരു മഴയാ. മഴ ഒന്ന് കുറയും പിന്നെയും കൂടും. ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്തായാലും നല്ല മഴയല്ലേ, എന്നാൽ ചൂട് പരിപ്പോടെയും നല്ല ചൂട് സുലൈമാനിയും കുടിക്കാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും ചായക്കട സ്പെഷ്യലായ പരിപ്പുവട ഇഷ്ടമാണല്ലേ. തയ്യാറാക്കിയാലോ? ഇത് 2 കപ്പ് പരിപ്പാണ്. നന്നായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ കുതിർത്തി വെച്ചതാണ്. ഇനി ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. അരിപ്പൊക്കെ അതിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിലായിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ഇപ്പം എല്ലാ വെള്ളവും പോയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അരഞ്ഞു പോകാതെ ഒന്നിങ്ങനെ ഒതുക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ട് കൊടുക്കുവാണ്. കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുവാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. പെരിഞ്ജീരകപ്പൊടിയോ അതോ പെരിഞ്ജീരകമോ ചേർക്കാം. ഇപ്പോൾ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കാം. ഞാനങ്ങനെ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ പരിപ്പ് ഒത്തിരി അരഞ്ഞു പോവാതെ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കൂടുതൽ പരിപ്പോടെയൊക്കെ പൊരിക്കണത് വെളിച്ചെണ്ണയിലാണ്. ഒരു പ്രത്യേക മണമാണ്. ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൂട്ടിൻ്റെ ഒരു ഇത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനി അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം മുരിഞ്ഞു വന്നതിന് ശേഷം മറിച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുകയെ. ഇപ്പം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതോ പ്ലേറ്റിലോട്ട് മാറ്റുവാണേ. ബാക്കിയുള്ളതും നമുക്കെല്ലാം പൊരിച്ചെടുക്കാം.
അങ്ങനെ നമ്മുടെ പരിപ്പോടെ എല്ലാം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ സുലൈമാനി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.